ഒളിച്ചോട്ടം. എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഒരാളുടെ ഭാര്യയും കുട്ടികളുടെ അമ്മയുമായി സുഖമായി ജീവിതം ആസ്വദിച്ച് ജീവിക്കുന്നവർ, അല്ലെങ്കിൽ അതിയായ സൗഭാഗ്യത്തിൽ ഭർത്താവിനോടൊപ്പം കഴിയുന്നവർ, അവരെ ഉപേക്ഷിച്ചുകൊണ്ട് പറയത്തക്ക യോഗ്യതകൾ ഒന്നുമില്ലാത്ത ഒരുവന്റെ കൂടെ ഇറങ്ങി പോകുന്നു? BPD അഥവാ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒരാളുടെ വികാരങ്ങളെയും ബന്ധങ്ങളെയും സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെയും ശക്തമായി ബാധിക്കാവുന്ന ഒരു മാനസിക ആരോഗ്യ അവസ്ഥ. ഇത് വെറും മൂഡ് സ്വിങ്സ് അല്ല, സാധാരണ വികാരങ്ങളെക്കാൾ കൂടുതൽ തീവ്രമായും ചിലപ്പോൾ വളരെ കൂടുതൽ വേഗത്തിൽ വികാരങ്ങൾ മാറി മറിയും. അതുകൊണ്ട് തന്നെ ചിരിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്നവർ അടുത്ത നിമിഷം ഞെട്ടിപ്പിക്കുന്ന പ്രവർത്തികൾ ചെയ്യുന്നതിന് കാരണമാകും. ഒരു നിമിഷം ഒരാളെ വളരെ അടുത്തതായി തോന്നാം, മറ്റൊരു നിമിഷം അതേ വ്യക്തിയിൽ നിന്നും അകന്നു പോകണമെന്ന തോന്നൽ ഉണ്ടാകാം. സ്നേഹം, കോപം, ഭയം, ഉപേക്ഷിക്കുമോ എന്ന ആശങ്ക, ഇവയെല്ലാം വളരെ ശക്തമായി അനുഭവപ്പെടാം. അതോടൊപ്പം ഞാൻ യഥാർത്ഥത്തിൽ ആരാണ്, സ്വന്തം പേഴ്സണാലിറ്റിയെ കുറിച്ച് പോലും അറിയാൻ കഴിയാത്ത അവസ്ഥ എന്നിവയെല്ലാം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ BPDയെ മനസ്സിലാക്കുന്നത് ഒരാളുടെ പെരുമാറ്റത്തെ മാത്രം നോക്കിയല്ല, അവരുടെ മനസ്സിനുള്ളിൽ നടക്കുന്ന ശക്തമായ വികാര പോരാട്ടത്തെ മനസ്സിലാക്കലാണ്. BPD ഉള്ളവരിൽ അവർ സ്നേഹിക്കുന്നവർ എന്നെ വിട്ടുപോകുമോ എന്ന ഭയം വളരെ ശക്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ ഒരു നിമിഷം വളരെ അടുത്തും മറ്റൊരു നിമിഷം വളരെ അകലെയുമായ അനുഭവങ്ങൾ ഉണ്ടാകാം. വികാരങ്ങൾ വളരെ തീവ്രമായി മാറ്റാം. ആലോചിക്കാതെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന ഇംപൾസീവ് ബിഹേവിയർ, ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശൂന്യത, നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ള തീവ്ര കോപം എന്നിവയും ചിലരിൽ കാണാം. ചിലർക്കാകട്ടെ സ്വന്തം ശരീരത്തിൽ നിന്നോ ചുറ്റുപാടുകളിൽ നിന്നോ അകന്നു പോയതുപോലെ തോന്നുന്ന ഡിസോസിയേഷൻ പോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. പുറത്തുനിന്നും നോക്കുമ്പോൾ അവരുടെ പ്രതികരണങ്ങൾ ചിലപ്പോൾ ഓവർ ആക്ടിംഗ് പോലെയോ ഡ്രാമ പോലെയോ തോന്നാം. പക്ഷെ അവരുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ സങ്കീർണമായിരിക്കാം. ഒരു പക്ഷേ ചെറിയൊരു അകലം പോലും എന്നെ ഉപേക്ഷിക്കുകയാണോ എന്ന വലിയ ഭയം അവർക്ക് തോന്നിപ്പിക്കാം. ചെറിയൊരു വാക്ക് പോലും അവരെ ആഴത്തിൽ വേദനിപ്പിക്കാം. ഇമോഷൻസ് വന്നാൽ പെട്ടെന്ന് ഉയർന്ന മനസ്സിനെ മുഴുവൻ മൂടുന്ന വലിയ തിരമാല പോലെ അനുഭവപ്പെടാം. അപ്പോൾ അവർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കില്ല. പലപ്പോഴും ആ നിമിഷത്തിൽ തങ്ങൾ അനുഭവിക്കുന്ന വേദനയെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് അവർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ BPD ഉള്ള ഒരാളെ ഡ്രാമ ചെയ്യുന്ന വ്യക്തി എന്ന ലേബലിൽ കാണുന്നതിന് പകരം അവരുടെ മാറ്റത്തിന് പിന്നിലെ വികാരങ്ങളും വേദനയും മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. BPD ഉള്ള ചിലർക്ക് ബന്ധങ്ങൾ വളരെ ആഴത്തിലും ശക്തവുമായി ഇരിക്കണം. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്ഷിപ്പ്, റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, ഫാമിലി ബന്ധങ്ങൾ പലപ്പോഴും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പലപ്പോഴും ബന്ധം നഷ്ടപ്പെടുമോ എന്ന ഭയം ബന്ധത്തെ കൂടുതൽ ശക്തമായി പിടിച്ചു നിർത്തുവാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ BPD ഉള്ള ഒരാളുടെ അറ്റാച്ച്മെന്റ് അത് മനസ്സിലാക്കുവാൻ അവരുടെ പെരുമാറ്റം മാത്രം കാണാതെ ഈ നിമിഷത്തിൽ അവർ എന്താണ് ഭയപ്പെടുന്നത് എന്ന് ചോദിക്കേണ്ടതുണ്ട്. BPD ഉണ്ടാകുന്നതിന് ഒറ്റ കാരണം മാത്രമല്ല ഉള്ളത്. ഒരൊറ്റ സംഭവം കൊണ്ടോ ഒരു വ്യക്തിയുടെ തെറ്റുകൊണ്ടോ ഇത് ഉണ്ടാകുന്നില്ല. പകരം ജനറ്റിക്, മസ്തിഷ്കത്തിലെ വികാരങ്ങൾ നിയന്ത്രിക്കുന്ന രീതികൾ, ചുറ്റുപാടുകൾ, ബാല്യകാല അനുഭവങ്ങൾ എന്നിവ പല രീതിയിൽ ആ വ്യക്തിയെ സ്വാധീനിച്ചേക്കാം. ചിലരിൽ വികാരങ്ങൾ വളരെ ശക്തമായി അനുഭവപ്പെടുന്നതായി കാണാം. അത് ജന്മനാ തന്നെ ഉണ്ടായിരിക്കുന്നതുമാണ്. അതിനോടൊപ്പം സുരക്ഷിതക്കുറവും ബന്ധങ്ങളിലെ പ്രശ്നങ്ങളും ബാല്യകാല ബുദ്ധിമുട്ടുകളും തുടങ്ങിയവ ഇതിന് വലിയൊരു പങ്ക് വഹിച്ചേക്കാം. അങ്ങനെ പല ഘട്ടങ്ങൾ വർഷങ്ങളായി തമ്മിൽ ചേർന്ന് രൂപപ്പെടുന്ന സങ്കീർണമായ ഒരു മാനസിക അനുഭവമാണ് ഇത്. BPDയുടെ ചില ലക്ഷണങ്ങൾ മറ്റ് മാനസികാരോഗ്യ അവസ്ഥകളിലും കാണാം. അതുകൊണ്ട് തന്നെ BPDയും ബൈപോളർ ഡിസോർഡറും തമ്മിൽ ചിലപ്പോൾ ഒരുപോലെ തന്നെ തോന്നുന്നുണ്ട്. പക്ഷേ അത് രണ്ടും ഒരവസ്ഥയല്ല. ബൈപോളർ ഡിസോർഡർ അത് പ്രധാനമായും മാനിയ, ഹൈപ്പോമാനിയ, ഡിപ്രഷൻ പോലുള്ള മൂഡ് എപ്പിസോഡ്സ് ആണ്. BPDയിൽ വികാരങ്ങൾ പലപ്പോഴും ബന്ധങ്ങളിലെ സംഭവങ്ങൾ,
ഉപേക്ഷിക്കുമോ എന്നുള്ള ഭയം എന്നിവയുമായി ബന്ധപ്പെടുന്നു. അതേസമയം ഡിപ്രഷൻ, ആങ്സൈറ്റി, ADHD അതായത് ശ്രദ്ധക്കുറവും അതിസജീവതയും ഉൾപ്പെടുന്ന മാനസിക വികസനപരമായ അവസ്ഥ തുടങ്ങിയ അവസ്ഥകളിലും ചില സമാനമായ ലക്ഷണങ്ങൾ കാണാം. ഉദാഹരണത്തിന് വികാര നിയന്ത്രണത്തിലെ ബുദ്ധിമുട്ടുകൾ, ശ്രദ്ധക്കുറവ്, ഇമ്പൾസീവ് ബിഹേവിയർ, ആത്മവിശ്വാസത്തിലെ മാറ്റങ്ങൾ തുടങ്ങിയവ. അതുകൊണ്ട് തന്നെ ഒരു ലക്ഷണം മാത്രം നോക്കി ഇത് BPD ആണ് എന്ന് തീരുമാനിക്കാൻ കഴിയില്ല. രോഗനിർണയം നടത്തുന്നത് വ്യക്തിയുടെ ലക്ഷണങ്ങൾ, അവരുടെ ദൈർഘ്യം, ജീവിതത്തെ ബാധിക്കുന്ന രീതി എന്നിവ സമഗ്രമായി വിലയിരുത്തിയ ശേഷമാണ്. BPD എന്ന ഡയഗ്നോസിസ് കേൾക്കുമ്പോൾ ജീവിതം ഇനി പഴയതുപോലെ ആകില്ലെന്ന് കരുതണ്ട. BPD ചികിത്സിക്കാനും നിയന്ത്രിക്കാനും കഴിയുന്ന ഒരു അവസ്ഥയാണ്. ശരിയായ ചികിത്സയും പിന്തുണയും ലഭിക്കുമ്പോൾ അവരുടെ വികാരങ്ങളും ബന്ധങ്ങളും കൂടുതൽ ആരോഗ്യകരമായി കൈകാര്യം ചെയ്യുവാൻ പഠിക്കും. പ്രധാനപ്പെട്ട ഒരു ചികിത്സയാണ് DBT, അതായത് ഡയാലിറ്റിക്കൽ ബിഹേവിയർ തെറാപ്പി. ശക്തമായ വികാരങ്ങളെ നിയന്ത്രിക്കുവാനും സമ്മർദ്ദങ്ങളെ നേരിടുവാനും ബന്ധങ്ങളിൽ ആരോഗ്യകരമായ രീതിയിൽ പ്രതികരിക്കുവാനും DBT സഹായിക്കുന്നു. തെറാപ്പി മാത്രമല്ല, സ്വന്തം വികാരങ്ങളെ മനസ്സിലാക്കുന്ന കോപ്പിംഗ് സ്കില്ല് അത് പരിശീലിക്കുക, വിശ്വസിക്കാവുന്ന ആളുകളുടെ പിന്തുണ സ്വീകരിക്കുക എന്നിവ പ്രധാനമാണ്. BPD ഒരു വ്യക്തിയുടെ മുഴുവൻ ഐഡന്റിറ്റി അല്ല, ഇത് അവരുടെ ജീവിതത്തിലെ ഒരു ഭാഗം മാത്രമാണ്. അവരുടെ മൂല്യമോ നിർവചിക്കുന്ന ഒരു ലേബൽ അല്ല, ജീവിതത്തിന്റെ അവസാനമല്ല. ശരിയായ ചികിത്സയും തെറാപ്പിയും ആളുകളുടെ ജീവിതത്തിൽ മീനിങ്ഫുൾ ഇംപ്രൂവ്മെന്റ് സാധ്യമാണ്. അതുകൊണ്ട് തന്നെ BPDയെ ഭയത്തോടെയോ വിധിയോടെയോ കാണേണ്ടതില്ല. ഒരു വ്യക്തിയുടെ ബുദ്ധിമുട്ടുകളെ മാത്രം കാണാതെ അതിന്റെ പിന്നിലുള്ളവയും കാണുക. കാരണം ശരിയായ പിന്തുണ ലഭിക്കുമ്പോൾ മാറ്റത്തിനും പ്രതീക്ഷയ്ക്കും എപ്പോഴും ഒരു വഴിയുണ്ടാകും. എന്നിരുന്നാലും ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒളിച്ചോട്ടങ്ങൾ BPD മൂലമാണ് എന്ന് അർത്ഥമില്ല. നിയന്ത്രിക്കാനാവാത്ത മറ്റു ചില വികാരങ്ങളുടെ ഫലമായി വരുത്തിവെക്കുന്ന വിനയാകാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക.